ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ 103-ാം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് ഒരു ഭാഷയല്ല, ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. ആളത്വമുണ്ട്, വ്യക്തിത്വമുണ്ട്, ഡിവിനിറ്റി ഉണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ആളത്വമായി മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ പാർത്തു. ആയതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വം ആണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കണ്ണുകൊണ്ട് കാണുവാനോ സ്പർശിക്കുവാനോ കഴിയുന്നില്ല. ഇതിന്റെ കാരണം എന്താണ്? ഓക്കെ, ഈ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത് ആത്മീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൗമിക ശരീരമെടുത്തു, ജഡമെടുത്തു, മനുഷ്യ ജഡമെടുത്ത് ഈ ഭൂമിയിൽ വന്നു. കാര്യം മനുഷ്യ ജഡമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് തനിക്ക് ചെയ്യുവാൻ ഒരു ദൗത്യമുണ്ടായിരുന്നു. പിതാവായ ദൈവം മനുഷ്യ ജഡമെടുത്തില്ലല്ലോ, ഇല്ല. പിതാവായ ദൈവത്തിന്റെ ദൗത്യം അതല്ല. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം വേറൊന്നാ. എൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളിൽ 50 ഫങ്ഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് തുടർമാനമായിട്ട്. അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവങ്ങൾ എന്നോട് പറയാറുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. 50 ഫങ്ഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈ ഭൂമിയിൽ ചെയ്യേണ്ട. ഈ 50 ഫങ്ഷൻസ് നമ്മൾ നോക്കിയാൽ അതിന് ഒരു മനുഷ്യ ജഡം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ ഈസ് Holy Spirit a person? Yes. Then what person? A divine person. A divine personality. അല്ലേ? ആ ഡിവൈൻ പേഴ്സണാലിറ്റിയെ ഹ്യൂമൻ ബോഡിയിൽ വരണമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ വന്നിട്ട് ആ ഡിവൈൻ ബോഡിക്ക് എന്തെങ്കിലും ഫങ്ഷൻ ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. ദൈവത്തിന് ഒരു മനുഷ്യ ജഡമെടുത്ത് ഭൂമിയിൽ വന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ പൂർത്തീകരിച്ചു. സകലം നിവൃത്തിയായി, ഒന്നും ബാക്കി വെച്ചില്ല. ഇനി ഒരു മനുഷ്യ ജഡമെടുത്ത് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന് നമുക്ക് കാണാം, തൊടാം, മാന്താം, പിടിക്കാം, വർത്താനം പറയാം, കാപ്പി എഴുതി കൊടുക്കാം എന്നൊക്കെയുള്ള ഒരാളായിട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ ട്രിനിറ്റേറിയൻ ഗോഡ് അതിൽ ഓരോ വ്യക്തിയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഫങ്ഷണൽ ഡിവേഴ്സിറ്റി ഉണ്ട്. ഈ ഫങ്ഷണൽ ഡിവേഴ്സിറ്റിയെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷണൽ ഡിവേഴ്സിറ്റി അതാ അവരുടെ പ്രത്യേകത. ആ ഫങ്ഷണൽ ഡിവേഴ്സിറ്റിയെ പറ്റി നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഇഗ്നറൻസിൽ നിന്നാണ്. മറ്റു പല ചോദ്യങ്ങളും നമ്മുടെ അറിവിൽ നിന്നാണ്. നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുണ്ട്, കൂടുതൽ സംശയം വരും. അറിയണം, നമുക്ക് ക്ലിയർ ആകുന്നില്ല പഠിച്ച കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ ആബ്സല്യൂട്ട് ഇഗ്നറൻ്റ് ആണ്, നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ പറ്റിയോ, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഡിവൈൻ പേഴ്സണാലിറ്റിയാണ്, ഹ്യൂമൻ പേഴ്സണാലിറ്റി അല്ല എന്നുള്ളതോ, പരിശുദ്ധാത്മാവിൻ്റെ ബോഡി ഭൗതിക ശരീരമല്ല ആത്മീയ ശരീരമാണ് എന്നുള്ള കാര്യമോ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടായത്. അതുകൊണ്ട് ചോദ്യോത്താവിന് നമ്മൾ കുറ്റം പറയല്ല. കാര്യം ഇദ്ദേഹം ചോദിച്ചുകൊണ്ട് എത്രയോ പേർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും. അല്ലേ? അപ്പൊ നമ്മൾ ആളുകളെ എൻകറേജ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എനിക്ക് ചോദ്യം കൊണ്ടുപോവാ. നമുക്ക് സമയം കുറവായതുകൊണ്ട് പിറ്റേ ദിവസം മറുപടി വരാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ കെട്ടിക്കിടക്കുക. നമ്മൾ ആകെപ്പാടെ ഒരാഴ്ചയിൽ 3 വീഡിയോ ചെയ്തത്, റിലീസ് ചെയ്യുന്നത്. അതിൽക്കുള്ള നമുക്ക് ചെയ്യാനായിട്ട് ഒക്കത്തുമില്ല. എൻ്റെ ഇപ്പോഴത്തെ തിരക്ക് നോക്കിയിട്ട് ഞാൻ 2ആയിട്ട് കുറയ്ക്കണമെന്നിരിക്കുക. അത്രയും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. കാര്യം ബുക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഇല്ല, നമുക്ക് ഈ പ്രോബ്ലം ഇല്ല. അപ്പം നമ്മൾ
എന്നാൽ ഇനി നമ്മൾ സ്വർഗത്തിൻ്റെ കണ്ണിൽ കൂടെ കാണാൻ കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. പരിശുദ്ധാത്മാവിന് ഡിവൈൻ ബോഡി ഉണ്ട്. പരിശുദ്ധാത്മാവിന് ഡിവൈൻ ബോഡി ഉണ്ട്, ശരീരമുണ്ട്. ഇറ്റ്സ് എ ഡിവൈൻ ബോഡി. ഇനിയും ആത്മാവ് എന്ന് പറയുമ്പോൾ ആ വേർഡിൻ്റെ അർത്ഥം തന്നെ ശരീരമില്ലെന്നാണ്. ആത്മാവില്ലെന്ന് ആത്മാവെന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ശരീരമില്ല. There is no body. There is no body എന്ന്. എന്നാൽ സ്വർഗത്തിൽ സ്വർഗീയ ശരീരം വേറെ ആയതുകൊണ്ടും ഇതിൻ്റെ ഫങ്ഷൻസ് വേറെ ആയതുകൊണ്ടും ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട ആവശ്യം ഇല്ല. ഓക്കെ സർ, ഇറ്റ്സ് ക്ലിയർ ആൻസർ. അടുത്ത ചോദ്യം 71 സങ്കീർത്തനം 3 വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ. ചോദ്യം ഇതാണ്, ഇവിടെ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്നതിന്റെ അർത്ഥം അല്ലെങ്കിൽ വിശദീകരണം എന്താണ്? ബുദ്ധിമുട്ടാണ്. സർഫസിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് താനും. നമ്മൾക്ക് പകരം പല വേദഭാഗങ്ങളുടെ അർത്ഥം നമുക്ക് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ലല്ലോ. നമ്മളിപ്പോൾ Q&A ഇരിക്കുന്നുണ്ടല്ലേ നമുക്ക് വിശദീകരിക്കേണ്ടി വരുന്നത്. നമ്മളതിന് വായിച്ചു വിടുന്നു, എല്ലാവരും വായിച്ചു വിടുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടെത്തേണ്ട ഒരു ആവശ്യത ഉണ്ടാകുന്നില്ല. ഇവിടെ ഇപ്പം ഒരു സ്നേഹിതൻ നമ്മളെ ശരിക്കും പിടിച്ച് മൂലക്കിരുത്തി പറഞ്ഞിട്ട് പോയിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിഫിക്കൽട്ട് ഏറിയ ഒരു മറുപടി പറയാൻ പോവാം. ഇതിൻ്റെ ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പം വിശുദ്ധ വേദപുസ്തകത്തെ പറ്റി ഒരു സാമാന്യ പരിജ്ഞാനം ഒരുപാട് പേർക്കും വർഷങ്ങൾക്ക് ശേഷവും കൈവരത്തില്ല. നമ്മളുടെ സഭയിലെ അംഗമായി വർഷങ്ങൾക്ക് ശേഷം 10, 50, 60, ഈവൻ 70 വർഷം കഴിഞ്ഞാലും ഒരു ബേസിക് നോളജ്, സൺഡേ സ്കൂൾ നോളജിനപ്പുറം, കിൻഡർ ഗാർഡൻ നോളജിനപ്പുറം നോളജ് ലെവൽ വളരുന്നില്ല. അപ്പോൾ നോളജ് ലെവൽ വളരാതിരിക്കുമ്പം എന്നെപ്പൊരാൾ പറയുന്നതൊക്കെ മണ്ടത്തരമാണെന്നും ഗീർവാണം അടിക്കുകയാണെന്നും കള്ളം പറയുകയാണെന്നും പുളു അടിക്കുകയാണെന്നും അവർക്ക് തോന്നും. അങ്ങനെ വളരാത്തതിൻ്റെ കാരണം അവരുടെ ചർച്ച് ബാക്ക്ഗ്രൗണ്ടാണ്, അവരുടെ ചേർച്ച് ബാക്ക്ഗ്രൗണ്ട്, അല്ല വേറെ ഒന്നുമല്ല എൻ്റെ കാരണം. അവർ വളർന്ന സാഹചര്യത്തിൽ, അവർ വളർന്ന ചേർച്ചിന് അവരെ വചന സംബന്ധമായ കാര്യങ്ങൾ പൊരുൾ തിരിച്ചു കൊടുക്കുന്നതിന് അറിവുള്ള ആളുകൾ അവരുടെ ചേർച്ചിൽ ഇല്ലായിരിക്കാം. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും എന്നെ വന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മറുപടി പറയാത്തത് എനിക്ക് കാണുമ്പോൾ സങ്കടം വരും. കഷ്ടം, എന്ത് ചെയ്യാം? ഇതൊക്കെ പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല. ഇപ്പം നമ്മൾ പഠിച്ച ഒരാൾ പറയുമ്പം ഇവരെയായിരിക്കും നമ്മൾ ബെഡായി അടിക്കുകയെന്ന്. എൻ്റെ പൊന്നു സഹോദരൻ, നിങ്ങൾ വചനം പഠിക്കേണ്ട സമയത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ നിങ്ങളുടെ സഭയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പിലോ ഇല്ലായിരുന്നു. നിങ്ങൾ ഇപ്പോഴും കിൻഡർ ഗാർഡൻ നോളജ് കൊണ്ട് നടക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇതുപോലൊരു സിമിലർ സിറ്റുവേഷനാണ് നമ്മൾ ഈ ഇവിടെ വരിക്കുന്നത്. 71 സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് അല്ലേ? വേറെ ദാവീദിൻ്റെ സങ്കീർത്തനം. നമുക്ക് ഈ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തിരുവെഴുത്തുകൾ മുഴുവൻ യഹൂദന്മാർക്ക് സോർട്ട് ഓഫ് നഷ്ടമായെന്ന് പറയാവുന്ന ഒരു ടൈമായിരുന്നു അവരുടെ ബാബേൽ പ്രവാസം. പിന്നെ ഇവരൊക്കെ വാരി വലിച്ച് കൊണ്ടുപോവുകയാണ് അങ്ങോട്ട്. ന്യായപ്രമാണവും 10 കൽപ്പനയും തിരുവെഴുത്തുകളും സങ്കീർത്തനങ്ങളും എല്ലാം കൊണ്ടുപോവുക. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോയ തലമുറ മരിച്ചുപോയി. അടുത്ത തലമുറ വരുന്നു.
അവർ തിരുവഴുത്തുകളെ പറ്റി വളരെ ഗൗരവമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് മിക്കവാറും എല്ലാം ആരെഴുതിയതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ഉം, മിക്കവാറും എല്ലാം. ഉം, എന്നാൽ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉം. ഉദാഹരണമാണ് ദാവീദിന്റെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ദാവീദ് അല്ല എഴുതിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെ. അത് 71-ാം സങ്കീർത്തനം, സോറി, ഉം, 71-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടില് ദാവീദിന്റെ സങ്കീർത്തനം എന്ന് എഴുതിയിട്ടില്ല. ഇല്ല. ഓക്കെ, ഇല്ല. 70 ഉണ്ട്. 70 ഓക്കെ, ദാവീദിന്റെ. റൈറ്റ്. ഓക്കെ, ഞാനതിൻ്റെ എൻ്റെ കമൻട്രി വായിച്ചതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. കമൻട്രി അത് 71 ദാവീദിന്റെ സങ്കീർത്തനം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വിശ്വസനീയമായ കമൻട്രിയാണ്. ഓക്കെ. അപ്പം ഈ ബാബേലിൽ വെച്ച ആളുകൾ പിന്നാണ് ഈ സ്ക്രൈബ് എന്നൊരു കൂട്ടമുണ്ട്. സ്ക്രൈബ് ശാസ്ത്രീയൻ. ശാസ്ത്രികൾ ഉണ്ടാകുന്നത്. അത് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലാണ്. അവരിരുന്നെല്ലാം വാട്ട് ഈസ് വാട്ട് വിച്ച് ഈസ് 6 ഇങ്ങനെ എഴുതി വരിക. ഒരു ഐഡിയ ഇവനും മിണ്ടത്തില്ല. പിന്നീട് അവരെക്കാട്ടിൽ വലിയ വിദഗ്ധന്മാർ വന്നിട്ടാണ് ഓരോരുത്തരുടെ തലയ്ക്ക് ഓരോന്ന് വെച്ചു കൊടുത്തത്. അവർക്കും വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, പിന്നെ മിണ്ടാൻ പോയില്ല. ഓക്കെ. യഹൂദന്മാർ വേണ്ടി എല്ലാം ദാവീദിന്റെ നാം കണ്ടു, തീർന്നില്ല, ഇനി കുഴപ്പമില്ല, മുഴുവൻ ആയിട്ട് ഉണ്ടാക്കി വെച്ചു കൊടുത്തേക്കാം. 42-ാം സങ്കീർത്തനം ദാവീദ് ചെയ്യാന്നാ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചതാ ഈ 71-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനം എന്ന ഒരു കീർത്തി അതിന് വന്നു. ദാറ്റ് ഈസ് ഫാക്ട്. പക്ഷേ നമ്മൾ ആ സങ്കീർത്തനം സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ ദാവീദുമായിട്ട് നമുക്കതിനെ ബന്ധപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എവറി സിറ്റുവേഷൻ. പക്ഷെങ്കിൽ ദാവീദ് 1000 BC ജീവിച്ചിരുന്നത്. 1000 BC. അത് കഴിഞ്ഞൊരു 500 years കൂടെ കഴിയുമ്പോഴാണ് ഇസ്രയേലിൻ്റെ അവിടെ നിന്നുള്ള പോക്ക് നഷ്ടമാകുന്നതൊക്കെ പോക്ക് അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നഷ്ടമാകുന്ന അവർ അടിമകളായിട്ട് പോകാൻ പോകുമ്പോൾ ദൈവം ഒരു പ്രവാചകനെ വിളിച്ചു. കുഞ്ഞച്ചെറുക്കനെ വിളിക്കാൻ കാരണം പ്രായമുള്ള ഓർണത്തിനെ വിളിച്ചാൽ കൊള്ളത്തില്ല. പ്രായന്മാരെല്ലാം വഷളായി പോയെന്ന്. 10-15 വയസ്സാകുമ്പോൾ ഇവന്മാരെല്ലാം വഷളായി. ഇവൻ ഓർണത്തിനെ കൊള്ളത്തില്ല. ഈ വേലയ്ക്ക് പ്രവചന ശിശുവിൽ കൊള്ളാവുന്ന ഒരെണ്ണം പോലും ഇല്ല. അതുകൊണ്ടാണ് കുഞ്ഞച്ചെറുക്കനായിരുന്ന ഇരമ്യാവിനെ വിളിക്കുന്നത്. ഇരമ്യാവ് പള്ളിക്കൂടത്തിലൊക്കെ പോകാൻ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. സ്കൂൾ ലൈഫൊക്കെ തുടങ്ങുകയാണ്. ഒരു ഗേൾ ഫ്രണ്ടിനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൾച്ചറിൽ അങ്ങനെയാണ്. ഷുഡ് ഫൈൻഡ് എ ഗേൾ ഫ്രണ്ട് അറ്റ് യുവർ ഏർലിയസ്റ്റ് എന്ന്. അപ്പോഴാണ് ദൈവം വിളിച്ച് ഈ പ്രവചനം ഏൽപ്പിച്ചു. പ്രവചനം ഏൽപ്പിച്ചപ്പം ഇസ്രയേലിൽ ഓൾറെഡി ഒരു വലിയ സെറ്റ് പ്രവാചകന്മാരുണ്ട്. അവർ ഇസ്രായേൽ മക്കളുടെ ജനമേ, നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നാം ഒരിക്കലും ഈ രാജ്യം വിട്ട് പ്രവാസത്തിലേക്ക് പോകത്തില്ല. കാരണം ദൈവം തന്നെ ജനത്തെ ഒരു നാളും കൈവിടുകയില്ലെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്കടുത്ത്, അങ്ങനെ അവർ പറഞ്ഞു, അവൻ നമുക്കടുത്തിരിക്കുന്നത് പോലെ ദൈവം നമുക്ക് ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ഈ ശ്രേഷ്ഠ ജാതി പ്രവാസത്തിൽ പോകുന്നു, ഈ ആല ഇടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞാൽ എന്ത് കൊള്ളതാരിയ. ഒരിക്കലും നമ്മളങ്ങനെ സംഭവിക്കത്തില്ല. നമ്മളെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്തുതിച്ചോണ്ടാൽ മതി. നമുക്ക് സ്തുതിക്കുന്നതിൻ്റെ മുമ്പിൽ ബാബേലിൻ്റെ കോട്ടനാട്ടിൽ വരെ നമ്മൾ അത് ഇടിഞ്ഞു വീഴും. എരിഹോ സ്തുതിക്കുന്നതിൻ്റെ മുൻപിൽ കോട്ട ഇടിഞ്ഞു വീഴും. അപ്പം നമ്മൾ എന്തോ ചോദിച്ചാൽ മതി, എന്ത് കൊള്ളരാഴി കാണിച്ചിട്ടും ആഴ്ചയിൽ 6 ദിവസം കാണിക്കുന്ന കൊള്ളരാഴിക്ക് ഒരു മര്യാദയില്ല. ശബത്തി വന്നു കഴിഞ്ഞ് എൻ്റെ ദൈവം സ്തുതി എന്ന് പറഞ്ഞ് എന്തോ സ്തുതിയാണ്.
ഒരാടിനെ യാഗം കഴിക്കേണ്ടടുത്ത് 8 ആടിനെയൊക്കെ യാഗം കഴിച്ചു കളി. ഒറ്റ യാഗം മാത്രം കഴിക്കത്തില്ല, അത് പാപയാഗമാണ്. പാപയാഗത്തിനർത്ഥം ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നത്. മനസ്സിലായി? ബാക്കി സമാധാനയാഗങ്ങൾ, സൗരഭ്യവാസനയാഗങ്ങൾ, സ്തോത്രയാഗങ്ങൾ, ഇതെല്ലാം കഴിച്ച് വലിയ വെച്ചാൻ പറ്റുക. അപ്പോൾ നമുക്ക് സംഭവം കുഴപ്പമുണ്ടാകത്തില്ല. എന്തായാലും ഈ കുഞ്ഞൻ വന്നു, കുഞ്ഞപ്രവാചകൻ. എന്തറിയാം, ഇവൻ അവിടെ ഇവിടെ നിന്നിട്ട് വിളിച്ചങ്ങ് പറയുക, നീ എല്ലാം മുട്ടിഞ്ഞു മുണ്ടക്കോലൊക്കെ എല്ലാം പ്രവാസത്തിൽ പോവും. അതുകൊണ്ട് അവിടെ പോയി മര്യാദയ്ക്ക് ചോദിച്ചോണം. എവിടെ? പ്രവാസത്തിൽ. ഇവിടെ ഒന്നും നീ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. ആൾ ഇവന് പിടിച്ച് നല്ല കീറ് കൊടുക്കും. ഒരു ദിവസം ഈ കുഞ്ഞിനെ അടിയെല്ലാം കൊണ്ട് വച്ചക്കെട്ട് ദൈവമായിട്ടങ്ങ് പിണങ്ങി. നീ എനിക്കൊന്നും പ്രസംഗിക്കാൻ ഇഷ്ടമില്ല, നീ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞാൻ സമ്മതിച്ചു പോയതാ. എനിക്കൊന്നും പറയാൻ ഇഷ്ടമില്ല, നീ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞാനങ്ങ് സമ്മതിച്ചു പോയതാ. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു സങ്കടം കണ്ടാണ്. അപ്പോൾ ദൈവം വിചാരിച്ച് കുറച്ച് ദിവസത്തേക്ക് എന്നെ അങ്ങ് വെറുതെ വിടാം. വെറുതെ വിട്ടു. എന്നിട്ട് ദൈവം വീണ്ടും വന്നു പറഞ്ഞു, എടാ, നീ അധമമായി വിട്ട് ഉത്തമമായി പ്രസ്താവിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ഇരിക്കും, ഞാൻ നിന്റെ അധരങ്ങളോടുകൂടി ഇരിക്കും. നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേരുമെന്ന് പറഞ്ഞു. കുഞ്ഞൻ വീണ്ടും പോയി പ്രസംഗിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ അല്ല, കുഞ്ഞൻ അടി കിട്ടി. കുഞ്ഞൻ വീണ്ടും കരയാൻ തുടങ്ങി. ദൈവമേടാ, കാലാളുകളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയി, കുതിരകളോട് നീ എങ്ങനെ മത്സരിച്ച് ഓടും? സമാധാനമുള്ള ദേശത്ത് തന്നെ നീ ഭയത്തോട്ടിരിക്കാം. നിർഭയമായിരിക്കുന്നുള്ള മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാട്ടോ. സമാധാനമുള്ള ദേശത്ത് തന്നെ നീ പേടിച്ചിരിക്കുക. അപ്പം യോർദാന്റെ വൻകേട്ട് നീ എന്തോ ചെയ്യൂടാ? ഈ കുഞ്ഞിനെ വീണ്ടും എൻകറേജ് ചെയ്തു. ഇവൻ ഈ കിട്ടുന്ന പ്രവചനമൊക്കെ എന്നറിയാമോ? എഴുതാൻ തീരുമാനിച്ചു. പുള്ളിക്ക് എഴുതാൻ അറിയത്തുമില്ല. അത്രയും പഠിച്ചില്ലല്ലോ, പഠിന്നില്ലയോ. അപ്പോൾ കൂട്ടുകാരൻ ബാരൂഖ് എന്ന് ഒരു മനുഷ്യനുണ്ട്. ബാരൂഖിന് പറഞ്ഞു കൊടുക്കും. ബാരൂഖ് ഇതെല്ലാം എഴുതും. അങ്ങനെയാണ് യിരെമ്യാവിന്റെ പ്രവാചനം ഉണ്ടാകുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എഴുതിയാലത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഇറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി. ഇവനെ പുറത്ത് കണ്ട അടി ഉറപ്പാ. തിരുവനന്തപുരത്ത് പറയാ, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്കൊരു സങ്കേതമായിരിക്കണം, നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണം. അതിന് ജൂവിഷ് കൺസെപ്റ്റ് സേഫ്റ്റി എന്ന് പറയുന്നത്, ഉറപ്പുള്ള പാറയായിരിക്കണം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി എന്ന്. പാറ വേൽ ഉയർത്തുന്നൊക്കെ പറയത്തില്ലയോ. അപ്പം ഈ കുഞ്ഞൻ ദൈവത്തോട് കരഞ്ഞു പറയുക ഈ സംഗതികൾ. ഇതെല്ലാം വാരി കെട്ടിക്കൊണ്ട് ഇവിടെ ബാബിലോണിൽ പോവുക. അവിടെ ചെന്ന് സെക്കൻഡ് ജനറേഷൻ ഇതൊന്ന് പൊരുൾ തിരിക്കാൻ നോക്കിയപ്പം നല്ലൊരു പാട്ടാണ്. എടാ, ഇത്രയും നല്ലൊരു പാട്ടിന് എനിക്ക് ദാവീദായിരിക്കും. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനായിരിക്കണം എന്നൊരു പറച്ചിലുണ്ട് മലയാളത്തിൽ. ഇത്രയും നല്ലൊരു കവിത ആരായിരിക്കണം? ഈ പുള്ളിയായിരിക്കണം. അങ്ങനെ ഇത് ദാവീദിനെ ഉണ്ടെങ്കിൽ വെച്ച് കെട്ടിയതാണ്. അവർ വേദശാസ്ത്രികൾ നമ്മുടെ ബൈബിളിൻ്റെ അതിൻ്റെ തലക്കെട്ടൊക്കെ എഴുതി. ഞാൻ വിചാരിച്ചുകൊണ്ടത് കാര്യം ഞാൻ എൻ്റെ കമൻട്രി വായിക്കായിരുന്നു. അപ്പം ഇത് ദാവീദിൻ്റെ സങ്കീർത്തനം അല്ലെന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള എല്ലാ റീസൺസും ഉണ്ട്. ഇത് ബാലനായ യിരെമ്യാവ് എഴുതിയ സങ്കീർത്തനമാണ്. യിരെമ്യാവ് അങ്ങനെ എഴുതാൻ കാരണം യിരെമ്യാവിൻ്റെ ലൈഫ് പ്രശ്നത്തിലായി. പുറത്തിറങ്ങി അടി കിട്ടുമെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണം, ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന്. ഇതെല്ലാം ദൈവത്തോട് സങ്കടം പറയുന്നതാണ് 71-ാം സങ്കീർത്തനം. അങ്ങനെ പുറകോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെങ്കിൽ അന്ന് ബാബേൽ പ്രവാസത്തിൽ പോയ കാലത്ത് ഈ തിരുവെഴുത്തുകൾ പൊരുൾ തിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായ ഒരു കൺഫ്യൂഷനാണ്. ഇപ്പം ഞാനിങ്ങനെ ഇത് ക്ലിയർ ചെയ്ത് ചോദിക്കാം. ഇപ്പം ഞാനിങ്ങനെ ക്ലിയർ ചെയ്ത് അതൊന്നും പറയുന്നുണ്ട്, അതിൻ്റെ ബേസ് ഉണ്ട്. ഇപ്പം മലയാള സാഹിത്യം അറിയാവുന്ന ആളുകൾക്ക് ഉള്ളൂരിൻ്റെ കവിത ഒരു കവിത എടുത്ത് വെച്ചു, കുമാരനാശാൻ്റെ ഒരു കവിത എടുത്ത് അപ്പുറത്ത് വെച്ചു, ഇനി ചങ്ങമ്പഴ കൃഷ്ണപിള്ള ഒരു കവിത എടുത്ത് വെച്ചു.
ആരും പറയണ്ട, വായിച്ചിട്ട് പറയും ഇത് ഇന്നയാളുടെയാണ് ഇന്നയാളുടെയാണ് ഇന്നയാളുടെയാണെന്ന്. കവിതാ പരിചയമുള്ളവർക്ക്. ആ ഭാഷ അറിയാവുന്നവർക്ക്. ഉം. അതായത് ദാവീദിന്റെ ഭാഷയല്ല 71-ാം സങ്കീർത്തനത്തിന്റെ ഭാഷ. ഉം. 71-ാം സങ്കീർത്തനത്തിന്റെ ഭാഷ വിലാപങ്ങളുടെ പുസ്തകം ഉണ്ടല്ലോ നമുക്ക്. അത് യിരെമ്യാവ് എഴുതിയത് വിലാപങ്ങൾ, ആ ലാമെന്റേഷൻ. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ എക്സാക്ട് ലാംഗ്വേജ് ആണ് 71-ാം സങ്കീർത്തനത്തിന്റെ. ഓ ഓ, ഓ, അപ്പൊ ഓ. നമുക്ക് ഒരു നല്ല ഹെബ്രായിക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. ഉം. നല്ലൊരു ഹെബ്രായിക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ് നമുക്ക് പൊരുൾ തിരിക്കണമെങ്കിൽ. ശരി. അപ്പം നമ്മൾ ഹീബ്രുവിൽ ബൈബിൾ വായിച്ച് ഇങ്ങനെ ഉൽപ്പത്തി മുതൽ വരിക എന്നിരിക്കട്ടെ. നമ്മൾ ആദ്യം പിന്നെ മോശയെ കണ്ടു. ഉം. മോശ നല്ല സിമ്പിൾ ലാംഗ്വേജാണ്. ഇതുപോലെ ലളിതമായിട്ടൊരു ഭാഷ ഉപയോഗിക്കും നമ്മൾ ചിന്തിക്കും. ഉം. അത് കഴിഞ്ഞ് പിന്നെ പ്രവാചകന്മാരുടെ ഭാഷയാണ്, ഉം. ഇവരുടെ പിന്നെ ജഡ്ജസിൻ്റെയാണ്. ആ, രാജാക്കന്മാര്. അല്ലല്ല, ജഡ്ജസിൻ്റെ ഭാഷ. രാജാക്കന്മാർ പിന്നെ വരുന്നത്. ഉം. ജഡ്ജസ് ന്യായ ജഡ്ജസിൻ്റെ ഭാഷ വന്നപ്പം കുറെ കൂടെ റഫാണ്. അതിനകത്തൊരു ഒരു ഒരു സ്മൂത്ത്നെസ് ഇല്ല. അത് കഴിഞ്ഞ് രാജാക്കന്മാരുടെ റോയൽ റൈറ്റേഴ്സ് ആയിരുന്നത്. ഓക്കെ. രാജാവ് തന്നെയല്ലേ എഴുതുന്നത്. ദാവീദ് എഴുതിയിട്ടില്ല. ദാവീദ് ആദ്യം ഹിസ്റ്ററി എഴുതുന്നത് റോയൽ റൈറ്റേഴ്സിന് എഴുതുകയാണ്. അപ്പോൾ അവർ കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആയ അവർക്കൊരു ഇരുത്തം വന്ന ശൈലി. ഭാഷയാണ്. പിന്നെ പ്രവാചകന്മാരിൽ ഇങ്ങോട്ട് വന്ന് ആമോസ്, പിന്നെ ഈ യെശയ്യാവ്, യെഹെസ്കേലൊക്കെ പിന്നെ കുറെ കൂടെ കഴിഞ്ഞ് വരുന്നതാണ്. ഈ യെശയ്യാവിൻ്റെ ഒക്കെ ഭാഷയെന്ന് പറഞ്ഞാൽ എന്തോ ഭാഷയാണ് എൻ്റെ മാം. അത് ഒരു സെന്റൻസ് ഞാൻ പഠിത്തം തുടങ്ങിയ കാലത്ത് ഒരു വാക്യം ഒന്ന് അർത്ഥം തിരിക്കാൻ എന്തോ പാടാ, എനിക്ക് പറ്റത്തില്ല. അപ്പം ഇനി നമുക്ക് ശലോമോനെ എടുക്കാം. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഭാഷ ശലോമോന്റെ. ഹാർഡസ്റ്റ് എവർ ഹീബ്രു എഴുതിയിട്ടുള്ള ആള് മീഖായാണ്. ഏറ്റവും ഹാർഡായ ഹീബ്രു എഴുതിയ മീഖായാണ്. അപ്പം നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുമ്പം ഈ എഴുതിയ ഭാഷയുടെ ശൈലി നോക്കിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് ഭാഷ അറിയാമെങ്കിൽ. അപ്പം ഈ വിലാപങ്ങളുടെ ഭാഷയാണ് ഈ 71-ാം സങ്കീർത്തനത്തിന്റെ ഭാഷ. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞൻ പോയി ഇരുന്ന് കരയാ ദൈവത്തോട് നിങ്ങളെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലുമെന്ന്. അതാ ഞാൻ പറഞ്ഞു, ഇച്ചിരി ദൂരം യാത്ര ചെയ്ത് പറയേണ്ട ഒരു മറുപടിയാണിത്. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യം, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുകയും പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാണ് എന്ന് ഞാൻ യേശു കർത്താവ് നിങ്ങളോട് പറയുന്നു. ചോദ്യം ഇതാണ്, ഈ വാക്യത്തിന്റെ വിശദീകരണം ഹീബ്രു ബാക്ക്ഗ്രൗണ്ടിൽ പറയാമോ? അതിനിപ്പോ ഹീബ്രു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിഫറൻസ് ഇല്ല. നമുക്ക് ഒരു ഡിഫറൻസ് ഇല്ല. ഓക്കെ. അപ്പം ദാലത്ത് കിറ്റാൻ എന്ന് പറഞ്ഞാൽ, ദാലത്ത് എന്ന് പറഞ്ഞാൽ ഡോർ, കിറ്റാൻ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയത്. അതാണ് അവിടുത്തെ ഭാഷ. അതിനകത്ത് നമുക്ക് ഹീബ്രുവിൻ്റെ ഒരു ഡിഫറൻസ് ഇല്ല. ദ ഓൺലി തിങ് ഈസ് ഈ എല്ലാ പാരഫർനാലിയയും കൊണ്ട് ലോകത്തിൻ്റെ മോഹം, ജഡത്തിൻ്റെ മോഹം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ അക്കരെ കിടക്കത്തില്ല. അതിന് ജീവിതത്തിൽ നിന്ന് എറിഞ്ഞു കളയേണ്ടത് ഒരുപാട് എറിഞ്ഞു കളയണം. ഇന്നവിറ്റബിൾ അല്ലാത്ത എല്ലാം എറിഞ്ഞു കളഞ്ഞെങ്കിലേ അപ്പുറത്ത് പോകാനൊക്കത്തില്ല. ഈ ഡീഫെനസ്ട്രേഷൻ എന്നൊരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഡീഫെനസ്ട്രേഷൻ
നമ്മളൊരു ദൈവവേദനായി കഴിയുമ്പോൾ നമ്മുടെ ലൈഫിന് ഒരു അഡീഷണൽ വിൻഡോ ഫിറ്റ് ചെയ്യണം. ദൈവവേദനായി കഴിയുമ്പോൾ ഒരു അഡീഷണൽ വിൻഡോ. അന്ന് വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം എത്രയും മേടിച്ചു കൂട്ടുക എന്ന്. അപ്പം ദൈവവേദനായി കഴിയുമ്പം യു ഫിറ്റ് ആൻ അഡീഷണൽ വിൻഡോ കോൾഡ് ഡീഫെനസ്ട്രേഷൻ. ആവശ്യമില്ലാത്തെല്ലാം എറിയുക. ഞങ്ങൾക്ക് ഇവിടെ ഇംഗ്ലണ്ടിൽ ഒരു ടൗൺഷിപ്പിൽ ഒരു പാസ്റ്റർ ചെന്നു. സ്ഥലം മാറി വന്നു, പുതിയതായിട്ട് സ്ഥലം മാറി വന്നു പാസ്റ്റർ. ഈ ടൗൺഷിപ്പിലുള്ള ആൾക്കാരെല്ലാം പരിചയപ്പെടാമെന്ന് കണ്ട് ഒന്ന് ഇറങ്ങിയാണ്. അപ്പോൾ പാസ്റ്ററോട് അങ്ങോട്ട് സ്ഥലം മാറ്റുന്ന സഭ പറഞ്ഞു, പാസ്റ്റർ അവർ നല്ല റിച്ചാ ടൗൺഷിപ്പ്, പാസ്റ്ററുടെ ലൈഫ് വളരെ ഈസിയാണ്. അപ്പോൾ അതുവരെ പുള്ളി ചെറിയ ഇംഗത്തിൽ ജീവിക്കുന്നതന്നെ, വേറെകളൊന്നും കാണിക്കാൻ പ്രവചിക്കാനും സൗകര്യമാര് കാണുമ്പോഴത്തേക്ക് പ്രവചനമൊന്നും വരത്തില്ല. പാവമായി ഈ ബൈബിൾ ക്ലാസ് എടുക്കത്തേ ഉള്ളൂ, വരുമാനം കുറവാണ്. പുള്ളി അവർ അവിടെ നിനക്ക് നല്ല വരുമാനം കിട്ടും പോകാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം ഈ പട്ടണവാസികളൊക്കെ പരിചയപ്പെടണമല്ലോ, ഇതെല്ലാവരും കണ്ടു. അപ്പം ആദ്യം പോയത് ഈ പലവ്യഞ്ജനക്കാരനോടാണ്, കടക്കാരനോടാണ്. അപ്പം സംസാരിച്ചാൽ ഇപ്പം ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ബിസിനസ് ഭയങ്കര ഡള്ളാണ്. ഞാൻ പിന്നെ ഇത്രയും നാൾ ഇതുകൊണ്ടാണ് ജീവിച്ചത്, ഇനിയിപ്പം നിർത്തിയാൽ പിന്നെ ഇതൊന്നും ഇല്ലല്ലോ, ഇതുകൊണ്ടങ്ങ് നടത്താൻ. അപ്പം ചോദിച്ചു അതെന്താ അങ്ങനെ? പറഞ്ഞ് ഈ റീസെൻ്റ് ഇയേഴ്സ് ആയിട്ട് ഈ പട്ടണം ഭയങ്കര സമ്പന്നമായി. ആളുകൾ ലക്ഷറി ഗുഡ്സിൻ്റെ പുറകെ പോവുക. പണ്ടവർക്ക് ആവശ്യമായിരുന്നു, ഇല്ലാത്തല്ല ഇപ്പം വേണം. അപ്പം രണ്ടാമത്തെ കാറിന് ലോൺ എടുക്കുന്നു, മുമ്പ് ഒരു കാർ പോലും ഇല്ല. അപ്പൊ ശമ്പളം കിട്ടി ആദ്യം വന്ന് പലചരക്കാരുടെ കണ്ട പറ്റി കിട്ടും. ഇതിപ്പോ 2 കാറിന്റെ ലോൺ കിടക്കുക, അത് അടച്ചു കഴിയുമ്പോൾ പിന്നെ ഇപ്പം മരുന്ന് വെച്ചിക്ക് 3-4 ഡ്രസ് ഐറ്റം ഒക്കെ മേടിക്കണം. പിന്നെ പിള്ളേർക്ക് സ്പ്രേ അതും ഇതും. പണ്ട് ഇതിനൊന്നും ആവശ്യമില്ല, മര്യാദ കുളിച്ചിട്ട് പോകുന്ന പിള്ളേരാ. ഇതിൽ കഴിഞ്ഞാൽ പലചരക്കടക്കാരന് കൊടുക്കാനില്ല, ആവശ്യമില്ലാത്ത എല്ലാം വീട്ടിൽ കയറി വന്നു. അങ്ങനെ ഭാഷ നടന്ന് ഒരു വീട്ടിൽ ചെന്നു. ആ സൗകര്യം പരിചയപ്പെട്ടു. അപ്പോൾ അവർ വലിയ റിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇങ്ങനെ ഈ രക്ഷിക്കപ്പെട്ട ദൈവഭാഗത്തുനിന്ന് ഈ സഭയിൽ പെന്തക്കോസ്തിലെ അംഗമായിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. അന്ന് മുതൽ എൻ്റെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാം എറിഞ്ഞുകൊണ്ടിരിക്കുക, കളയുക. അത്രയും വലിയ ടി വി നമുക്ക് വേണ്ട. നമുക്ക് ന്യൂസ് കാണാൻ ഒരു ചെറിയ ടി വിയുടെ ആവശ്യമേ. അത്രയും വലിയ മ്യൂസിക്കൽ സിസ്റ്റം ഈ വീട്ടിൽ വേണ്ട. മനസ്സിലായി? അത്രയും വലിയ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഭർത്താവും മക്കളുമായിട്ട് ജീവിക്കാൻ നമുക്ക് ഇത്ര മതി, ബാക്കി ഒന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ദൈവം ഇതിലല്ലായിരുന്ന കാലത്ത് വിചാരിച്ചു ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ വിലയുള്ള ഒരാളാകത്തുള്ളത്. ഇപ്പം മനസ്സിലായി ഇതൊന്നുമല്ല, നാരോ ലൈഫ് സ്റ്റൈലാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം, അതാണ് സ്വർഗത്തിൽ എത്തിക്കുന്നത്. നാട്ടുകാരുടെ മുമ്പിൽ ഒന്നും ഒരു ഷോയും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇടുക്കുവാതിൽ കൂടെ കടക്കാൻ പോരാടണം എന്ന് പറഞ്ഞാൽ ടെംപ്റ്റേഷൻസിനോട് പോരാടണം. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം 1 പത്രോസ് 1-18 വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ചോദ്യകർത്താവിന്റെ ചോദ്യം ഇതാണ്: പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ വീണ്ടെടുപ്പ് യാഗങ്ങളാണല്ലോ, പൊന്ന്, വെള്ളി എന്നിവ കൊണ്ടുള്ള വീണ്ടെടുപ്പ് അവിടെ കാണുന്നില്ല. തുടരുകയാണ് ചോദ്യം. 1 പത്രോസ് 1-1 ഇവിടെ പരദേശികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിയരല്ലാത്ത ജാതികളാണോ, ചിതറിപ്പോയ യഹൂദന്മാരെ ഉദ്ദേശിച്ചാണോ, അതോ
നമ്മുടെ പൗരത്വ സ്വർഗത്തിലാകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവമക്കളെ കുറിച്ചാണ്. ഉം. നമ്മൾ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ പറഞ്ഞില്ലേ, ചിലപ്പം ദൈവമക്കൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നവര് അവര് സഫീഷ്യൻ്റ് ആയിട്ട് ബൈബിൾ വായിക്കുന്നില്ല. ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുന്നതല്ല. അത് വായിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയല്ല ബൈബിൾ വായിക്കുന്നത്, അത് ജീവിതത്തിന്റെ ഭാഗമാണ്, അത് ലൈഫിന്റെ ഭാഗമാണ്. അപ്പം എനിക്ക് 3 വയസ്സാകുന്നതിന് മുമ്പേ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചതാണ്. അത് കുഞ്ഞനെ മലയാളം അക്ഷരമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ വാക്ക് കണ്ടാൽ ഇന്നാന്ന് മനസ്സിലാകും. ആ വാക്ക് തൊട്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും എന്ന് പറഞ്ഞ് ആദ്യത്തെ പഠിപ്പിക്കുന്നത്. ഇതങ്ങ് തലയ്ക്ക് ഇതങ്ങ് ഭ്രാന്തായി. അപ്പം ഒരു ബൈബിൾ ഇല്ലാതെ എന്നെ കാണാൻ ആർക്കും പറ്റത്തില്ല. അമ്മ പറയടാ മോനെ പോയി ഉപ്പ് മേടിച്ചോണ്ട് വാ, മേടിക്കുന്ന 1 കിലോമീറ്റർ പോകണം. എൻ്റെ ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട്, അതും വായിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ ചിലപ്പോൾ കടലിൽ വലിയ തിരക്കായിരിക്കും, ഇങ്ങനെ നിൽക്കും, കടക്കാരൻ എന്നെ വിളിക്കുന്നത് ഈ ബൈബിൾ വായിച്ചുകൊണ്ട്. തിരിച്ചു വരുമ്പോഴും ഈ ബൈബിൾ വായിച്ചുകൊണ്ട് വരും. വീടിന്റെ പടികളിൽ ഇങ്ങനെ വിശാലമായ പാടമുണ്ട്, പാടത്ത് പശുക്കളിൽ അവിടെ തീറ്റാൻ വിടും. നിങ്ങളെല്ലാം തണ്ടത്തിൽ വിട്ടിട്ട് ഞാൻ എൻ്റെ പറങ്ങാവിൻ്റെ തണ്ണലിരുന്ന് ബൈബിൾ വായിക്കും. കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ നോട്ട് ബുക്സിൻ്റെ കൂട്ടത്തിൽ, ടെക്സ്റ്റ് ബുക്സിൻ്റെ കൂട്ടത്തിൽ ഒരു ബൈബിളുണ്ട്. ഇടവേള കിട്ടുമ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ അധ്യാപകനാകുമ്പോൾ എൻ്റെ കയ്യിൽ എന്തുകൊണ്ട്, എനിക്കെൻ്റെ ബൈബിളുണ്ട്. ഇന്ന് വായിച്ചുകൊണ്ടല്ല ഞാൻ എന്തെങ്കിലും ചോദ്യത്തിന് മറുപടി പറയുന്നത്. ഈ തിരുവെഴുത്തങ്ങ് ജീവിതത്തിന്റെ ഭാഗമായി. മീൻസ് I should say, I am pickled in the word of God. ഈ വേദപുസ്തകത്തിൽ അങ്ങ് പിക്കിൾഡ് ആയി ഇരിക്കുന്ന ആളാണ്. മാങ്ങ പിടിച്ച് ഉപ്പന തീർന്ന മാതിരി കംപ്ലീറ്റ്. അങ്ങനെ ഒരു വായന എല്ലാ ദൈവങ്ങൾക്കും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് തിരുവെഴുത്തുകളെ നമുക്ക് പൊരുൾ തിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി. ഇപ്പോൾ നമ്മൾ 10, 20, 25 വയസ്സ് വരെ സെക്കൻഡ് ലൈഫിൽ ജീവിച്ച് ബൈബിളൊന്നും വായിച്ചിട്ടേ ഇല്ല. പോയി ബൈബിൾ കോളേജിൽ പോയി ചെന്ന് അവിടെ നിന്ന് MTH ഒക്കെ എടുത്തു. അപ്പോഴും ആ നോട്ട്സിന്റെ ഭാഗമായിട്ട് നമ്മൾ വായിക്കുന്നില്ല, നമ്മളായിട്ട് ബൈബിൾ പഠിക്കുന്നില്ലല്ലോ, അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വായനയുടെ കുറവാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചോദ്യം ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ചോദ്യകർത്താവില്ല വായന ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ ചോദ്യകർത്താക്കന്മാർ പറയുമ്പോൾ നിങ്ങൾ നാളെ ചോദ്യം ചോദിക്കരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യാഗത്തിലല്ല, മനസ്സിലായോ? എല്ലാ യഹൂദനും യെരുശലേം ദേവാലയത്തിൽ, അല്ലെങ്കിൽ പണ്ട് ഈ സമാഗമന കൂടാരമുള്ളപ്പം അവിടെ പെസഹ പെരുന്നാളിന് മുമ്പ് വരണം. അതിന് 2 ആഴ്ച മുമ്പ് വന്നു തുടങ്ങണം. വന്നു തുടങ്ങിയാൽ അവൻ്റെ വീണ്ടെടുപ്പ് വിലയായി ഈ ആലയത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ വെള്ളി തൂക്കി കൊടുക്കണം. ഞാൻ ഇച്ചിരി പൈസ ഉള്ളവനാണ്, ഞാൻ 2 ശേക്കൽ അങ്ങ് തന്നേക്കാം. ഒരു ഞാൻ തീരെ ദരിദ്രന്, എൻ്റെ 1/4 ശേക്കലേ ഉള്ളൂ. ഇത് രണ്ടും പറ്റത്തില്ല. എല്ലാവർക്കും ഒരുപോലെ, എല്ലാവരും 1/2 ശേക്കൽ വെള്ളി തൂക്കി കൊടുക്കണം. എന്തുകൊണ്ട് 1/2 ശേക്കൽ, എന്തുകൊണ്ട് 1 ശേക്കൽ അല്ല? റീസൺ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് എന്ന, ഇൻകംപ്ലീറ്റ് എന്ന നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിനക്ക് കൊടുക്കാൻ കിട്ടുന്ന 1/2 ശേക്കൽ വെള്ളിയേ ഉള്ളൂ. ഒരിക്കലും നിന്റെ ധനം കൊണ്ടോ മാനം കൊണ്ടോ നിന്റെ എന്തുകൊണ്ടും നിന്റെ വീണ്ടെടുപ്പ് നിനക്ക് സാധ്യമാകാൻ കഴിയത്തില്ല, നിനക്ക് സാധ്യമാക്കാൻ കഴിയത്തില്ല. നെവർ. നീ എത്ര വലിയവനാണെങ്കിലും നിന്റെ വീണ്ടെടുപ്പ് നിനക്ക് സാധ്യമാക്കാൻ കഴിയത്തില്ല. 1/2 ശേക്കൽ നിന്നെ കൊണ്ട്, നിന്റെ ദൈവത്തിന് അത് മതി. ബാക്കി 1/2 ശേക്കൽ, the other is God's part. The other is God's part. അവൻ ദൈവം തൻ്റെ പാർട്ട് ഇടുന്നില്ലെങ്കിൽ നിനക്ക് വീണ്ടെടുപ്പില്ല. വീണ്ടെടുപ്പ് സാധ്യമാക്കുന്നത് യെരുശലേം ദേവാലയത്തിലെ തൂക്കപ്രകാരമുള്ള 1/2 ശേക്കൽ വെള്ളി തൂക്കി കൊടുക്കുമ്പോഴാണ്.
എന്ന് എന്നും യഹൂദന്. ഉം. മനസ്സിലായി? എന്ന് യഹൂദന്. അപ്പം ഇനി വീണ്ടെടുപ്പ് യാഗം എന്നൊരു യാഗമില്ല. ഓക്കെ. ആ ആ. ഇല്ല, വീണ്ടെടുപ്പ് യാഗം ഒരു യാഗമില്ല. ഉം. നോ, ഒരു യാഗമേ ഇല്ല. അപ്പം വീണ്ടെടുപ്പ് യാഗം കൊണ്ടും ബലി കൊണ്ടുമാണ് നടത്തുന്നത് പറയുമ്പോൾ ഉം. ആ യാഗങ്ങളെ പറ്റി ചോദ്യകർത്താവിന് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഉം. ഉം. അദ്ദേഹത്തിന് കുറ്റമൊന്നുമില്ല നമ്മൾ പറയുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്താ പിന്നെ എന്താ വേണം ലോകം എത്ര ഭംഗിയായിരുന്നു. ഉം. അപ്പം അത് വന്നിട്ട് നമ്മുടെ പുതിയ നിയമത്തിൽ വന്നിട്ട് അത് വെള്ളി പൊന്ന് എന്നുള്ള അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മൾക്ക് വീണ്ടെടുപ്പ്. ഉം. ക്രിസ്തു എന്ന നിർദ്ദേശവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി വിലയായിട്ട് ദൈവത്തിൻ്റെ കോടതിയിൽ കെട്ടിവെച്ചതുകൊണ്ടാണ്. ഉം. ദൈവീക കോടതിയിൽ കുഞ്ഞാടിൻ്റെ ചോര ഇരിപ്പുണ്ട്. ഉം. ആ ചോര സംസാരിക്കുന്ന ചോരയാണ്. ഉം. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി. ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. രക്തം എവിടെയൊക്കെ വീണ് അവിടെ നിന്നൊക്കെ സംസാരിക്കുക. ഉം. ആ സംസാരിക്കുക. ആ സംസാരിക്കുന്ന രക്തമാണ് ഞങ്ങളുടെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഉം. പിന്നെ അനുകൂലമായി സംസാരിക്കുന്ന, ഗുണകരമായി സംസാരിക്കുന്നു. ഗുണകരമായി നമുക്ക് ഗുണം വരണമെന്ന് സംസാരിച്ചിരിക്കുക. ആ രക്തം, ഉം. ആ രക്തമാണ് വീണ്ടെടുപ്പിന് കാരണം. മറ്റേ പറഞ്ഞത് യഹൂദന്മാരുടെ ആയിരുന്നു. അതും യാഗത്തിലല്ല. അത് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം ഉം. ഈ മരുഭൂമിയിൽ എത്തിയപ്പോഴാണ് ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഉം. 10 കൽപ്പന കഴിഞ്ഞുള്ള ന്യായപ്രമാണം. ഉം. ഈ ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത് മുഴുവൻ മെയിൻ പാർട്ട് എഴുതിയിരിക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. ഉം. നമ്മൾ ആഴ്ച പഠിക്കാത്തതും പഠിപ്പിക്കാത്ത ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ലേവ്യ പുസ്തകമുള്ളൂ. ഉം. ഇനിയും ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് മൃഗങ്ങൾക്കും വീണ്ടെടുപ്പുണ്ട്. ഉം. ശപിക്കപ്പെട്ട ഒരു ജീവിയാണ് കഴുത. കഴുതയുടെ ആദ്യത്തെ കുഞ്ഞിനെ, ആൺകുഞ്ഞിനെ കഴുത്തി ഏജം കൊന്നേക്കണം. അത് ശാപഗ്രസ്തമായ ജീവിയായുണ്ട്. പക്ഷെ ഒരാള് ആ കഴുത കുഞ്ഞ കഴുത ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. ഉം. പിന്നെ ഇതിന് കഴുതയായി മാറുന്ന വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ജനിച്ച് പഴുത്തിരുന്ന കുഞ്ഞുണ്ടല്ലോ, എന്തോ ക്യൂട്ടാണെന്ന് അറിയാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് താത്തു വെക്കാൻ തോന്നില്ല. അത്ര ക്യൂട്ടാണിത്. ഉം. ഒരാൾക്ക് ഇതിനെ വളർത്തണം. ഉം. അയാൾ എന്ത് ചെയ്യണം? കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടും കൊള്ളണം. ഉം. ഒരു ആട്ടിൻകുട്ടിയെ യാഗമായി കൊടുക്കണം. ഓക്കെ ഓക്കെ. കഴുതയെ വീണ്ടെടുക്കാൻ. മറ്റു പല വീണ്ടെടുപ്പുകൾക്കും വീണ്ടെടുപ്പ് യാഗമുണ്ട്. പക്ഷെ നമ്മളെ വീണ്ടെടുക്കാൻ, അത് യഹൂദനെ വീണ്ടെടുക്കാൻ വീണ്ടെടുപ്പ് വിലയായ 1/2 ശേക്കൽ വെള്ളി. ഉം. അതാ വചനത്തിന്റെ പ്രമാണം. ആ. So we don't have to worry about it now. ഓക്കെ ഓക്കെ ഓക്കെ. Thank താങ്ക് യു you. വെരി മച്ച്. അടുത്ത ചോദ്യം, മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ചോദ്യം ഇതാണ്, ഇവിടെ ക്രൂശ് എടുത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ മാം ഇതുപോലും മനുഷ്യൻ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒരു വാക്യം. എന്താ ഈ ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച് ഈജിപ്ഷ്യൻ കോപ്റ്റിക് ചർച്ച് എന്നാണ്. കോപ്റ്റിക് ചർച്ച്. അപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് കോപ്റ്റിക് ചർച്ചിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പം അതിലൊരച്ഛൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും സാധനം കൊണ്ട് ഒരു കുരിശുണ്ടാക്കും. ഒരു ഉണങ്ങിയ ഇല കൊണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ട്, ഒരു തടി കൊണ്ട്, അല്ലെങ്കിൽ ഒരു പഴത്തൊലി കൊണ്ട്, അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് നെയ്ത് എങ്ങനെയെങ്കിലും ഒരു കുരിശുണ്ടാക്കും. എന്നിട്ട് അടുത്ത കാണുന്ന ആളിന് ഈ കുരിശ് കൊടുക്കും. ഞങ്ങൾ പുതിയ കുരിശ് കഴുത്തെ കെട്ടി തൂക്കിടുകയും ചെയ്യും.
ഉം, അല്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ പ്രമാണമില്ല ബാബു ജോൺ. ഉം, Babu John, if you have to be a Christian, you have to carry a cross on your all the time, ഉം, without which you can't be a Christian. ആ കുരിശും ചുമന്നുകൊണ്ടല്ല നിനക്ക് എങ്ങനെയാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയുന്നത്? ഉം, ഇതാണ് കോപ്റ്റിക് ചർച്ചുകാരുടെ ഇപ്പോഴത്തെ വാദം. ഉം. ഇവൻ്റെ അപ്പോൾ നിന്റെ ബാബു ജോൺ ആ ക്രോസിൻ്റെ ആ ഇമ്പോർട്ടൻസ് അറിയാൻ വരുന്നത്. അറിയാമേ. ഞാൻ പറഞ്ഞു, അപ്പം കർത്താവ് ഇപ്പോഴും അവിടെ കിടക്കുന്നേ ഉള്ളൂ, ഉം, അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഉം. കർത്താവ് കർത്താവ് ഇപ്പോഴും ക്രൂസിലാണ്. ഇപ്പോഴും അവിടെ കിടക്കുന്നേ ഉള്ളൂ, അത് ഇറങ്ങിയിട്ടില്ല. ഉം, അത് പുള്ളിക്ക് ഭയങ്കര ഒഫൻസീവായി, ഉം, ഇങ്ങനൊരു ഒഫൻസീവായ റിമാർക്കായിട്ട് തോന്നി. അത് ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ മിക്കവാറും ഇങ്ങനെയുള്ള ഒഫൻസീവായ റിമാർക്ക് പറയുമായിരുന്നു. ഉം. എങ്ങനെ പറയാതിരിക്കും, ഇതിങ്ങനെ കയ്യിലിരിപ്പ് കണ്ടുകൊണ്ടാണ്. അതെ, അതെ. ക്രോസ് എന്ന വേർഡിൻ്റെ അർത്ഥം മരണമെന്ന്. ഉം, 2 കാര്യങ്ങൾ ഓഫർ ചെയ്ത് എൻ്റെ പിന്നാലെ വരുവാണെങ്കിൽ കർത്താവ് പറഞ്ഞു, ഉം, ഒന്നീ നീ നുകമെടുക്കണം, അത് കഷ്ടതയാണ്. ഉം. ഈ കഷ്ടത കൊണ്ട് എങ്ങനെ ജീവിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നീ ആ നുകത്തിൻ്റെ അങ്ങേയറ്റത്ത് നോക്കണം. അത് എൻ്റെ കരുത്തിലായിരിക്കുന്നത്. ഉം. എന്നോട് ചേർന്ന് ഇത് എന്നോട് എൻ്റെ നുകമെടുത്ത് എന്നോട് പഠിക്കാൻ, ഉം, എൻ്റെ നുകമെടുത്ത് എന്നോട് പഠിപ്പിക്കും. പഠിക്കാൻ. ഞാൻ താഴ്മയും വിനയമുള്ളവനായാൽ എൻ്റെ നുകമെടുത്ത് എന്നോട് പഠിക്കാൻ. ഉം, എങ്ങനെയാണ് കഷ്ടതയിൽ കൂടെ ജീവിക്കേണ്ടതെന്ന്, ഉം. ലൈഫ് ഓഫ് ഹ്യൂമിലിറ്റി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് എൻ്റെ മുഖമെടുത്ത് പഠിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഉം. ക്രോസിൻ്റെ പ്രത്യേകത അത് മരണമെന്നാണ്. മരണം. നിന്റെ മരണം നീ മുന്നേ കാണണം. ഉം, സീ യുവർ ഡെത്ത് ബിഫോർ മീ. ഉം. മരണം മുന്നേ കണ്ടുകൊണ്ട് എൻ്റെ പുറകെ വരണം. ഉം. സ്ലേവ്സിനെയാണ് ക്രൂശിക്കുന്നത്. ഉം. സിറ്റിസൺഷിപ്പ് എല്ലാം എടുത്തു കളയാം, അവരുടെ ഉം. റൈറ്റ് ഇല്ല പിന്നെ. അപ്പോൾ ഇവനെ കൊല്ലാനുള്ള കുരിശ് ഇവൻ തന്നെ ചുമക്കണം, ഉം. വേറെ ആരും ചുമന്നു കൊടുക്കത്തില്ല. ഇവൻ തന്നെ ചുമന്ന് ക്രൂശിക്കകത്ത് കൊണ്ടുപോകണം. അവിടെ ഇവനെ അവർ കശാപ്പ് ചെയ്യും. നീ എന്നെ പിൻഗമിക്കാൻ ഇച്ഛിച്ചു. ഉം. എനിക്ക് 2 കാര്യങ്ങൾ ഈ ഓഫറിലുള്ളൂ. ഉം. വലിയ വീടും കാറും പത്രാസും ഇതൊന്നുമില്ല. ഒന്നീ നിന്റെ ജീവിതം മുഴുവൻ കഷ്ടതയാണ്, അല്ലെങ്കിൽ മരണം. ആ കഷ്ടതയാണ്. അപ്പം നീ കുരിശ് മുന്നേ കാണണം. കർത്താവ് എന്നെ അനുഗമിക്കുവാനെന്ന് ആദ്യം പറഞ്ഞ കൂട്ടരിൽ ഒരാളായിരുന്നു പത്രോസ്. ഉം. കർത്താവ് അവസാനം പറയുന്ന ആദ്യത്തെ ആളും പത്രോസാണ്. അവസാനം പറയുന്ന ആദ്യത്തെ ആളെന്ന് പറയുമ്പം ഇവർ കടപ്പുറത്ത് ഒരുമിച്ചിരിക്കുമ്പോൾ കിടക്കുമ്പോൾ കർത്താവ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പത്രോസ് യോനായുടെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉണ്ട് ഉണ്ട് ഒരു കാര്യം ചെയ്യും, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പത്രോസിനോട് പറഞ്ഞു, ഒരു കാര്യം പറയാം, നീ യൗവനക്കാരനായിരിക്കുമ്പം സ്വന്തമായിട്ട് അര കെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് പോകും. പക്ഷെ നീ വൃദ്ധനാകും, വേറൊരിടത്ത് നിന്റെ അര കെട്ടി നിനക്കിഷ്ടമില്ലാത്തൊരിടത്ത് നിന്നെ കൊണ്ടുപോകും. ഇഷ്ടമില്ലാത്ത ഇടം ഏതാ? കൊലക്കളം. ഓഫർ ചെയ്യുക, നീ എൻ്റെ ശിഷ്യനാ, എൻ്റെ വേല ചെയ്യണം. എന്തോ ഭൂമി കിട്ടും? ഡെമോക്ലേഷ്യസിന്റെ വാള് പോലെ, ഡെമോക്ലേഷ്യസിന്റെ വാള് പോലെ നിന്റെ മുമ്പിൽ തൂങ്ങിക്കിടക്കുക ഒരു കുരിശുമരം. നമ്മൾ ആലോചിക്കേ, 30 years ഊണിലും ഉറക്കത്തിലും പത്രോസ് കാണുന്ന ഒരേ ഒരു കാര്യം എന്തുവാ? തന്നെ കൊല്ലാനുള്ള കുരിശ്. ഇതും കണ്ടുകൊണ്ട് 30 വർഷം നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പിൻഗമിച്ചു. 30 years. പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതും ആ ക്രൂശിൽ തലകീഴായി കിടന്നുണ്ടാണ്. അതാണ് ക്രിസ്ത്യ ജീവിതം. അതേ ഉള്ളൂ ഓഫറിൽ.
ഓഫറില്. ഓഫറിലത് മാത്രമേ ഉള്ളൂ. ദർ ഇസ് എനിത്തിങ് എൽസ്. മനസ്സിലായി? ഞാൻ കർത്താവിനെ സേവിക്കാനിടയായതുകൊണ്ട് എനിക്ക് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടാനിടയായി. എനിക്ക് 10 വർഷത്തേക്ക് 25 വർഷത്തേക്ക് അടിച്ചിരിക്കുകയാണ്. എനിക്ക് എപ്പം വേണമെങ്കിലും സാൻ ഫ്രാൻസിസ്കോയിൽ പോകാം. അത് ശരിയാ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതൊന്നും കർത്താവിൻ്റെ ഓഫറിലുള്ളതല്ല. ഇത് പറഞ്ഞു കേട്ട് പാവം ആളുകളെ വെറുതെ ടെംപ്റ്റ് ചെയ്യരുത്. നീ ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് പോകാമെന്ന്. ഓഫറുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് റിയൽ ക്രിസ്ത്യാനിറ്റി. നമ്മൾ കാണുന്ന അതിൻ്റെ ഇതിൻ്റെ കൗണ്ടർഫീറ്റ്. കൗണ്ടർഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളനാണയം എന്ന് പറയത്തില്ലേ? നമ്മൾ കാണുന്ന കള്ളനാണയം ഇന്ന് കാണുന്നതൊക്കെ ഫേക്ക്. ദ അതർ ഈസ് ദ റിയൽ വൺ. അപ്പം എന്താണ് ക്രൂശെടുത്ത് അനുഗമിക്കുക? എന്നെ കൊല്ലാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മരണം വന്നാലും ഭയമില്ല, എൻ ജീവിത പോരിൽ ഞാൻ തളരില്ല എന്ന് നമ്മുടെ ഏഴംകുളം പാസ്റ്ററുണ്ടല്ലോ. അല്ലല്ല, നമ്മുടെ പിന്നെ ലാസറുദേശിയുടെ പാട്ടാണ്. അവൻ മരണം വന്നാലും ഭയമില്ല, എൻ ജീവിത പോരിൽ ഞാൻ തളരില്ല, വിളിച്ചവൻ വിശ്വസ്തനാകിയാൽ അവൻ തൻ്റെ പിന്നാലെ പോകും. That is Christianity. Okay, ma'am. Thank you. Okay. Thank you very much, sir. ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ബാബു സർ അതിന്റെ സമയത്ത് അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. May God bless you. Thank you.